ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൽ 14-ാമത്തെ അധ്യായം ഏകാദശ സ്കന്ധത്തിലെ ഭക്തി യോഗത്തെക്കുറിച്ചൊക്കെ പറയണു. ഏകാദശം ഉദ്ധവ ഉപദേശം, അതിൽ ഹംസാവതാരമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ ഭക്തി യോഗത്തെക്കുറിച്ച് പറയണു. ഉദ്ധവൻ ചോദിച്ചു, ഭഗവാനെ ശ്രീകൃഷ്ണ, എല്ലാവരും വേദം പഠിക്കണു, ഒരേ വേദം അനവധി ആൾക്കാർ പഠിക്കണു, പക്ഷേ മനസ്സിലാക്കുന്നത് പല വിധത്തിലാണ്. ഈ സ്മൃതി വ്യത്യാസം വരാനുള്ള കാരണം എന്താ? അതേപോലെ ഭക്തി യോഗത്തിന് ഈ മഹിമ കിട്ടാനുള്ള കാരണം എന്താ? ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, വേദം എൻ്റെ വാക്കാണ്. അതിൽ ഭാഗവതധർമ്മം, എൻ്റെ ധർമ്മം, ഭഗവത് ധർമ്മം, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് ആദ്യം ബ്രഹ്മാവിന് ഉപദേശിച്ചു, പിന്നെ അത് മനു, ഋഷിമാർ, അങ്ങനെ ക്രമേണയായിട്ട് കർണികയ, ശിഷ്യ പ്രശിഷ്യ പരമ്പരയാ അതിങ്ങനെ എല്ലാ ദിക്കിലും എത്തി. അപ്പം അതിൽ ഭക്തി മാർഗം അത് സാധാരണ സാത്വികരായിട്ടുള്ള ഋഷിമാർ, സജ്ജനങ്ങൾ, അവരൊക്കെയാണ് പഠിച്ചത്. ദേവന്മാർക്ക് സാമാന്യേന ഭക്തിയില്ല. അവർ കടമ നിർവഹിക്കുന്നവർ, എൻ്റെ ആജ്ഞാപാലകർ, പാലനം ചെയ്യുക എന്ന ധർമ്മത്തെ അവർ ചെയ്യണം. ഋഷികൾ സാധാരണഗതിയിൽ മനുഷ്യന്മാർ എന്നർത്ഥം. അവർ രജോ ഗുണപരമായിട്ട് തന്നെ എന്നിലെത്താൻ വേണ്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം എന്ന നിലയ്ക്ക് വേദത്തെ പഠിക്കണു, അത് പ്രയോഗിക്കണു. അതിൽ മനസ്സിലാക്കുന്നത് സ്വർഗത്തിലെത്താനാണ് എന്ന് ചിലർ മനസ്സിലാക്കും, വൈകുണ്ഠത്തിലേക്ക് എത്താനാണ് എന്ന് ചിലർ മനസ്സിലാക്കും, ഇത് ദേഹത്തിനുള്ള സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് ചിലർ മനസ്സിലാക്കും. അപ്പോൾ ചില ജനങ്ങൾ രാജസമായിട്ട്, രജോ ഗുണമായിട്ട്, അതിനെ സ്വാർത്ഥമായിട്ട് കുറച്ച് പാഖണ്ഡായിട്ടോ അങ്ങനെയൊക്കെ വരാം. അത് മനസ്സിലാക്കുന്നതിൻ്റെ ഈ പൂർണ്ണത അത് ശരിയാവാഞ്ഞിട്ടാണ്. ചിലവരങ്ങനെയല്ല, തമോ ഗുണികളായിട്ട് അത് വളരെയധികം അന്യനെ ഉപദ്രവിച്ചുകൊണ്ട് സ്വന്തം കാര്യം നടത്തുക, അന്യൻ്റേത് കട്ടെടുത്ത് എനിക്ക് മാത്രം ഉപയോഗിക്കാം എന്ന നിലയ്ക്ക് എടുക്കുക, ഇങ്ങനെ രാക്ഷസന്മാരെ പോലെ. അപ്പോൾ ഈ വ്യത്യാസം വരാനുള്ള കാരണം ഇതാണ്. ഒരേ വേദമാണ് പഠിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. ഗുണം, സാത്വിക ഗുണമുള്ളവർ അതിൻ്റെ നന്മകളെ മാത്രം എടുക്കണം. യഥാർത്ഥ ലക്ഷ്യമെന്തോ ഗൂഢം, മർമ്മം, അതിൻ്റെ ഈ മുമുക്ഷുഭാവത്തിൽ എത്തിക്കുക എന്നൊരു ഭാവം വേദത്തിനുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എടുക്കാൻ സാധിക്കണില്ല. അത് എടുക്കണമെങ്കിൽ നല്ലോണം ജ്ഞാനം വേണം. സാത്വിക ബുദ്ധിയോട് കൂടിയിട്ട് നല്ല ജ്ഞാനം വിജ്ഞാനത്തോട് കിട്ടിയാൽ മാത്രമേ അത് എടുക്കാൻ സാധിക്കുള്ളൂ. അങ്ങനത്തെ മഹർഷികൾ, പരമഹംസ പദവി എത്തിയവർ അവരതിനെ നന്നായിട്ട് തന്നെ കാണുന്നു. അഥവാ സനകാദികളെ പോലെ, നവയോഗികളെ പോലെ, നാരദനെ പോലെ അങ്ങും ഇപ്പോൾ അതിൽ പെട്ടയാളാണ്. അപ്പോൾ എല്ലാവരും ഒരേപോലെ ആവാത്തതിൻ്റെ കാരണം ഇതാണ്. അതിൻ്റെ ഒരു കാരണം ഞാൻ എല്ലാവരിലും മായ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ പ്രാരബ്ധം അനുഭവിക്കാൻ വേണ്ടിയിട്ട്, കർമ്മത്തിൻ്റെ ബാക്കി അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. കർമ്മഠന്മാർക്ക് അവർക്കത് ഈ ജ്ഞാനമില്ല. അവർ യാഗം ചെയ്തു, യാഗം അങ്ങനെ സ്വർഗത്തിലെത്തും. മോഹം അത്രയേ ഉള്ളൂ. അവിടുന്ന് അങ്ങോട്ട് കിടക്കണം എന്നുള്ള നിരീക്ഷണില്ല. അതാണ്. ഇതേ വേദം തന്നെ കവികൾക്ക് അവർക്ക് കീർത്തിയാണ് വേണ്ടത്. ആ രീതിയിലാണ് അവർ അതിനെ വ്യാഖ്യാനിക്കുക. അത് കവിത്വം, ശ്രേഷ്ഠത, എനിക്ക് അത് ഇന്നത് രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തുക. അപ്പോൾ അവിടെ എന്താ കുഴപ്പം വരിക വെച്ചാൽ, യഥാർത്ഥത്തിലുള്ള ജ്ഞാനമെന്തോ അത് കിട്ടില്ല. കിട്ടിയത് കുറച്ച് അത് കേമായിട്ട് പറയും. അതാണ് കവികൾ. അതിന് ഒരു ആസ്വാദനം ഉണ്ടാവുകൊണ്ട് എല്ലാവരും അത് സ്വീകരിക്കുകയും ചെയ്യും. പിന്നെ അത്രയും ഉള്ള
ബുദ്ധിവികാസമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെവരാണ് അത് സ്വീകരിക്കുകയും ചെയ്യുക. അപ്പോൾ കൂടുതൽ പ്രശസ്തി കവികൾക്കാവും. പക്ഷേ അതുകൊണ്ടുള്ള കുഴപ്പം എന്താ വെച്ചാൽ അവർ യഥാർത്ഥത്തിലുള്ള മാർഗത്തിലല്ല എത്തിച്ചേരുക. അതാണ് ശ്രേഷ്ഠത. ജ്ഞാനം നേടുന്നതിലല്ല, കിട്ടിയ കുറച്ച് ജ്ഞാനത്തെ എല്ലാവർക്കുമായിട്ട് പകർന്നു കൊടുക്കൽ. അത് ചില കലകളിലൂടെയാണ്. അതായത് പാട്ടിലൂടെ ആവാം, ആംഗ്യഭാഷയിലൂടെ ആവാം, അഭിനയം, അങ്ങനെ സാഹിത്യം, ഇതൊക്കെ അതിൽ പെടും. കവികൾ യശസ്വികളായിരിക്കും, പക്ഷേ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം അവർക്ക് കിട്ടിയിട്ടുണ്ടാവുമോ? അത് സംശയമാവും. പിന്നെ ചിലരുണ്ട് വാത്സ്യായനാദികൾ. അവർ ഈ ജീവിതം സുഖിക്കാനുള്ളതാണ് എന്നാണ് അവർ മനസ്സിലാക്കിയത്. ഇന്ദ്രിയ പ്രീത്യർത്ഥം എല്ലാം ബ്രഹ്മമാണ്. അതിൽ കാമം വളരെ കൂടുതൽ പ്രാധാന്യം. പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ ബന്ധം അതിന് കുറച്ചും കൂടി അധികം പ്രാധാന്യം കണ്ടു. അത് മാത്രമല്ല എല്ലാതും അതെ. ഇപ്പോൾ രുചിയായാലും ശരി, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുക ഒക്കെ വാത്സ്യായന സമ്പ്രദായ. അപ്പോഴാണ് കാമം ഉണ്ടാവുക എന്നാണ്. അതേപോലെ കണ്ണുകൾ നല്ല കാഴ്ചകൾ കാണണം, അപ്പോഴേ കാമം ഉണ്ടാവുള്ളൂ. ഒക്കെ ഈ കാമത്തിലേക്കാണ് അന്വയിക്കുക. കേൾക്കുന്നത് അങ്ങനത്തത് കേട്ടാലേ അത് വരൂ. മണക്കുന്നത് സുഗന്ധദ്രവ്യങ്ങളുടെ മണം, നല്ല പൂക്കളുടെ മണം, അങ്ങനെയല്ലേ? ഇതൊക്കെ ആയാലേ കാമം വരും. അപ്പോൾ കാമമാണ് അവർക്ക് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് വാത്സ്യായനാദികളെ കാമം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ചെയ്യുന്നതും അതേപോലെ അത് സ്വീകരിച്ച് അതിനെ ഈ പ്രൊവോക്ക് ചെയ്യുക, അതല്ലെങ്കിൽ പ്രേരിപ്പിക്കുക എന്നുള്ളൊരു, അത് പഞ്ചേന്ദ്രിയങ്ങളാണ്. ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയാണ് അത് ചെയ്യുക. അതേപോലെ തന്നെ കർമ്മേന്ദ്രിയങ്ങളായാലും എവിടേക്കാണ് എത്തേണ്ടത് എന്ന് വെച്ചാൽ അവിടേക്ക് നടക്കുക. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കൈകളെ കൊണ്ട് അത് ചെയ്യിക്കുക. ഇങ്ങനെയാണ്. അപ്പോൾ കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ഒരേപോലെ കാമത്തിലേക്കാണ് പ്രവർത്തികൾ ഈ വാത്സ്യായനാദികൾക്ക്. ഇനി യോഗികളാണെങ്കിലോ അവർ സിദ്ധി നേടാൻ വേണ്ടിയിട്ട് അഷ്ടൈശ്വര്യങ്ങൾ, മറ്റ് 18 സിദ്ധികൾ, ഇങ്ങനെയൊക്കെ 23 സിദ്ധികൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നേടാൻ വേണ്ടിയിട്ട് ഈ അഷ്ടാംഗയോഗം, പ്രാണായാമാദികൾ, ഈ യമനിയമാദികൾ എത്രത്തോളം പാലിക്കുന്നുണ്ട് ചോദിച്ചാൽ നിശ്ചയില്ല. കലികാലത്തിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. യമനിയമാദികൾ പാലിക്കില്ല, പ്രാണായാമാദികളൊക്കെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ കുറച്ച് അറിവുണ്ടാവും, കുറച്ചൊരിട്ടം കഴിവുകളും ഉണ്ടാവും. ഈ അറിവും കഴിവും കൂടിയിട്ട് എന്താവും? അല്പജ്ഞത എന്നൊരു ഭാവം വരും. അപ്പോൾ എന്താ ഉണ്ടാവുക? ഒന്നുകിൽ അത് പാഖണ്ഡമായിട്ട് മാറും, അതല്ലെങ്കിൽ അത് വിപരീത ജ്ഞാനമായിട്ട് മാറും. എന്നിട്ട് അതാണ് ശരിയെന്ന് ഉറക്കുറക്കെ പറയുകയും ചെയ്യും. അത് ഇന്നത്തെ കലികാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ യമനിയമം പാലിച്ചതിൻ്റെ ശേഷമേ ആസനജയവും പ്രാണായാമവും ഈ ധാരണ, ധ്യാനം, സമാധി ഒക്കെ കിട്ടുള്ളൂ. പ്രാണനെ അടക്കാനുള്ള കഴിവുണ്ടായിട്ട് മാത്രം പോരാ. സഗർഭം അഗർഭം എന്നുണ്ട്. ഈ സഗർഭമായാലേ അതിന് യഥാർത്ഥത്തിൽ ഫലം ഉണ്ടാവുള്ളൂ. സഗർഭമാവണമെങ്കിൽ യമനിയമാദികൾ പാലിച്ചേ പറ്റൂ. അപ്പോൾ അത് പാലിക്കാതെ കണ്ടാണ് കലിക്കാലത്തിൽ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ യോഗികൾക്കും ആ ഒരു വിപരീതം വരാം. പിന്നെ വിരക്തന്മാർ, നാട്യം കൊണ്ട് വിരക്തൻ ആയിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ എനിക്കത് വേണ്ട എന്ന് നിശ്ചയിച്ചാൽ പിന്നെ അത് തിരിഞ്ഞു നോക്കരുത്. പാക്കനാർ സ്വർണം കണ്ട പോലെ, അയ്യോ ആളെ കൊല്ലിയുണ്ട് അവിടെ എന്ന് പറഞ്ഞ് ഓടി ഈ സ്വർണം നിധി കണ്ടപ്പോഴേ. അപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ തരാവണം. അംബരീഷൻ മണ്ണാങ്കട്ട പോലെ കണക്കാക്കി ഈ സ്വർണത്തേന, സ്വർണവും രത്നമൊക്കെ മണ്ണാങ്കട്ട പോലെ കണക്കാക്കി. യഥാർത്ഥത്തിലുള്ള വൈരാഗ്യം, ത്യാഗം, വിരക്തി ഇതിങ്ങനെയാണ് വരിക. അതാണെങ്കിൽ സാത്വികമാണ്, അത് വൈകുണ്ഠത്തിലേക്കാണ് അവർക്ക് പോകാൻ സാധിക്കുക. ഇനി ചാർവാകന്മാർ, അവർക്ക് ഇന്ദ്രിയ സുഖം മാത്രമേ ഉള്ളൂ, അതൊഴിച്ചുള്ള പ്രവൃത്തികളൊന്നും അവർ ചെയ്യുന്നില്ല. പിന്നെ കർമ്മയോഗികൾ, ദാനവ്രതാദികളൊക്കെ ചെയ്ത് യഥാർത്ഥത്തിലുള്ള മുക്തി വേണം എന്ന് ആഗ്രഹിക്കുന്നവർ, അതിനു വേണ്ടിയിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കുന്നവർ, അങ്ങനെ കർമ്മയോഗികളായിട്ട് മുക്തി നേടുന്നവരും ഗൃഹസ്ഥ ധർമ്മങ്ങളിൽ ധാരാളമുണ്ട്. ഇതൊക്കെ വേദത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പരമശ്രേയസ്
ഏകാന്തമായിട്ടുള്ള ഭക്തി, അനന്യശരണാഗതി, ഞാനൊഴിച്ച് വേറെ ഒന്നുമില്ല എന്ന് കണക്കാക്കുന്ന ഒരു ഭാവത്തിലെത്തലാണ്. അത് എപ്പോഴാണോ ആ ഒരു ഭാവത്തിലെത്തുന്നത് അതുവരെ പ്രപഞ്ചവുമായിട്ട് ബന്ധമുണ്ടാവും. ആ ബന്ധത്തെ പോലും ഒഴിവായി എന്ന് ബോധ്യപ്പെട്ടാൽ അയാളാണ് യഥാർത്ഥത്തിലുള്ള ഭക്തൻ. പരമശ്രേയസ് എന്നുള്ളത് അതാണ്. അപ്പോൾ പ്രപഞ്ചം വിട്ട് ആനന്ദം അനുഭവിക്കുന്ന ഈ പരമഭക്തന് തുല്യമായിട്ട് ഭഗവാനല്ലാതെ കണ്ട്, ബ്രഹ്മമല്ലാതെ കണ്ട് വേറെ ഒന്നും ഇല്ല. അത് മറ്റാർക്കോട്ട് കിട്ടൂല. ഇത് വളരെ ദുർലഭം ആളുകൾക്കേ കിട്ടുള്ളൂ. ജഡഭരതനോ വൃഷഭനോ ഒക്കെ കിട്ടിയെന്ന് വരാത്രേ ഉള്ളൂ. എളുപ്പമല്ല. വിഷയസുഖം എന്നുള്ളത് ഒരു ജലതുള്ളിയാണ്. ആനന്ദം അതൊരു സമുദ്രമാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സുഖം നമ്മൾ അനുഭവിക്കുന്നേയില്ല. ഇന്ദ്രിയപ്രീത്യർത്ഥം നമ്മൾ ചെയ്യുന്ന പണികൾക്ക് കിട്ടുന്ന സുഖം അത് നൈമിഷികം ആണേ. അത് കഴിഞ്ഞാൽ അത് ഒരു കുമിള പോലെയാണ്. അതാണ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ആയുസ്സിനെ പോലെ, ആയുസ്സൊരു കുമിള പോലെയാണല്ലോ, എപ്പോൾ അണച്ചാൽ പൊട്ട. പക്ഷേ സച്ചിദാനന്ദം അതല്ല, അത് അഗാധമാണ്, സമുദ്രത്തിനെ പോലെയാണ്. ഈ യാഗാദികൾ ചെയ്തിട്ട് ഇന്ദ്രപദവി കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. അവർക്ക് ബ്രഹ്മപദവി എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇനി ബ്രഹ്മാവാം പരമാവധി, എന്നിട്ടും കാര്യമില്ല എന്നർത്ഥം. അതിനുണ്ട് അവസാനം. അവസാനിക്കാത്ത സച്ചിദാനന്ദം കിട്ടണം. അത് വൈകുണ്ഠപ്രാപ്തി തന്നെയാണ്. മോക്ഷം വരമായിട്ട് ചോദിക്കാൻ സാധിക്കില്ല ഉദ്ധവ. മോക്ഷം ഞാൻ അങ്ങോട്ട് തരണം, അപ്പോഴേ കിട്ടുള്ളൂ. എനിക്ക് മുക്തി തരൂ എന്ന് ഒരാൾ ചോദിച്ചാൽ ആ ആൾക്ക് മുക്തി കൊടുക്കാറായിച്ചാൽ മാത്രമേ എനിക്ക് കൊടുക്കാൻ നിവൃത്തിയുള്ളൂ. ഭക്തി കൊടുക്കണമെച്ചാൽ അതിൻ്റെയും മീതയാണ്. അപ്പോൾ മുക്തി പോലും ഇതാണെങ്കിൽ ഭക്തിയെക്കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? അത് താനേ തന്നെ വന്ന് ചേരണം. എങ്ങനെ? എല്ലാം എന്നിലർപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ളതിനെ ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട്. അങ്ങനെ ആയാൽ മാത്രമേ അവിടേക്ക് എത്താൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഭക്തന്മാരെ എനിക്ക് ലക്ഷ്മിയേക്കാൾ ഇഷ്ടമാണ് കേട്ടോ. ഉദ്ധവനെ, പ്രഹ്ലാദനെ, ഹനുമാനെ, ഗോപികളെ, എനിക്ക് ലക്ഷ്മിയേക്കാൾ പ്രിയം നിങ്ങളെയൊക്കെയാണ്. ഇങ്ങനെയുള്ള ഭക്തൻ്റെ പിന്നാലെ ഞാൻ അവരെ അറിയാതെ കണ്ട് പിന്നാലെ നടക്കുന്ന. അവരുടെ പ്രത്യേകത, അവർ ഒരു ആശയമില്ലാത്ത നിസ്പൃഹന്മാരാണ്. എല്ലാം ഉണ്ടായിട്ടും എല്ലാം ഉപേക്ഷിച്ചതായിട്ടുള്ള നിഷ്കിഞ്ചനന്മാരാണ്. അവർക്ക് ഞാൻ മാത്രമേ വേണ്ടൂ. അവർക്ക് സച്ചിദാനന്ദം അവരിൽ നിന്നു തന്നെ ഉണ്ടാവുകയാണ്. കാരണം ഞാനായിട്ട് മാറിയിരിക്കുന്നു ആ ദേഹവും ഈ ജീവനും. നമ്മുടെ ഒന്നും ദേഹം അതിൽ പെടില്ല. നമ്മുടെയൊക്കെ ദേഹം മലിനമാണ്. അവരുടെ ദേഹം, ഋഷഭദേവൻ്റെ ദേഹത്തു നിന്നും 10 യോജന സുഗന്ധം വന്നു എന്ന് പറഞ്ഞില്ലേ മലത്തിന് പോലും. അതേപോലെ ഈ ഭക്തന്മാർക്ക് ശുദ്ധസത്വം ആയി അവരുടെ ദേഹവും മനസ്സും. രണ്ടും ഒന്നാ. അവർ പ്രപഞ്ചത്തിൽപ്പെട്ടതല്ല. അങ്ങനെയുള്ള ഭക്തിയുടെ സ്വരൂപം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അനുഭവിച്ചറിയണം. അത് അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ പ്രപഞ്ചമായിട്ട് ബന്ധമില്ല, മുക്തരാവുകയും ചെയ്യും. ഇതാണ് ഉദ്ധവ. പഞ്ചസാര മധുര എന്നിങ്ങനെ പഞ്ചാര എന്ന് എഴുതിയിട്ട് മറ്റേ നക്കിയിട്ട് കാര്യമില്ല, മധുരം ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അനുഭവിച്ചറിയുക തന്നെ വേണം. ഇത് നിർഗുണ ഭക്തന്മാരുടെ ഒരു കഥയാണ്. ഇനി ഉത്തമ ഭക്തനാവുക വെച്ചാൽ എന്നിലെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്നിലെത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെയും താഴെയാണ് മധ്യമഭക്തന്മാർ. ശരീരാഭിമാനം ഉണ്ട്, പക്ഷേ വളരെ കുറവാവും. നിയമേന എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ തുടക്കക്കാർക്ക് ഭക്തി എളുപ്പമാണ്. എന്തേ വേണ്ടൂ? എല്ലാവരിലും ഈശ്വരനെ കാണുക, അത്രേ വേണ്ടൂ. അത് കാണാറാവാൻ ഈ കർമ്മയോഗം ശീലിച്ചാൽ മതി. മനസ്സ് എന്നിൽ അർപ്പിച്ചാൽ മതി. ഉറച്ച വിശ്വാസം, ശ്രദ്ധ, ഇത് മധ്യമഭക്തി. അങ്ങനെ അങ്ങോട്ട് കയറാൻ സാധിക്കും. ഇപ്പോൾ ഏത് ജാതിയിൽപ്പെട്ടാലും വിരോധമില്ല. തിര്യക്കായാലും വേണ്ടില്ല, ചണ്ടാളനായാലും വേണ്ടില്ല, മരായാലും വേണ്ടില്ല എന്നർത്ഥം. അവർക്കൊക്കെ എന്നിലെത്താൻ സാധിക്കും. മനസ്സ് എന്നിൽ അർപ്പിക്കുക, ഇത്രയേ വേണ്ടൂ. പിന്നെ മധ്യമഭക്തന്മാർക്ക് ഈ ദാനം, ജ്ഞാനം, വ്രതപൂജാദികൾ
ഇങ്ങനെയൊക്കെ ഒരുപാട് വഴികളുണ്ട്. അതിങ്ങനെ കർമ്മഠത്വം മൂലം ചെയ്യുക. കുറേ ചെയ്ത് കഴിഞ്ഞാൽ ക്രമേണയായിട്ട് മാറി വരും. അതല്ലാതെ കണ്ട് ഒരു തവണ ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് ഭക്തി കിട്ടില്ല കേട്ടോ. ഞാൻ ഒരു ദിവസം ജീവിതത്തിൽ ഒരിക്കലും മാത്രം ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഭക്തി കിട്ടില്ല. നേരെ മറിച്ച് അത് ഒറ്റ തവണയേ വേണ്ടൂ. എങ്ങനെ? എല്ലാം മറന്ന്, അങ്ങനെയാണെച്ചാൽ എല്ലാം മറന്നു വിളിക്കുവിൻ ഭക്തരെ, അങ്ങനെയാണെങ്കിൽ കിട്ടും. പക്ഷേ അത് അത്ര എളുപ്പമല്ല. എല്ലാം മറക്കണം വെച്ചാൽ ഒരു നിമിഷം കൊണ്ടാണ് മറക്കാനൊന്നും സാധിക്കില്ല. മനോമലം തീരണത് വരെ കർമ്മവാസന നശിക്കില്ല എന്ന് സാരം. ഇപ്പോൾ ഈ മനോമലം തീരാനാണ് കർമ്മയോഗം. കർമ്മവാസന തീരാനാണ് ഈ യഥാർത്ഥത്തിലുള്ള ഭക്തി. വൈരാഗ്യത്തോട് കൂടിയിട്ട് എനിക്കിനി ഒന്നും വേണ്ട, ഭഗവാൻ മാത്രം, അനന്യ ശരണാഗതി, അങ്ങനത്തെവർക്ക് ഈ കർമ്മവാസന വരില്ല. അപ്പോൾ അവർ ജീവിച്ച് കാണിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ കരയും ചിരിക്കും പ്രഹ്ലാദനെ പോലെ, രോമാഞ്ചം, ആനന്ദ കണ്ണീര്, അതേപോലെ ഒന്നും അവർക്കൊരു താല്പര്യം ഉണ്ടാവില്ല, മോക്ഷപ്രാപ്തിയും കൂടി വേണ്ട. അങ്ങനെയുള്ളൊരു ഭാവത്തിൽ അവരെത്തുകയും ചെയ്യും. ഇനി ക്രമേണയായിട്ട് ഈ മോക്ഷപ്രാപ്തിക്കുള്ള ചില ഉപായങ്ങൾ ഞാൻ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഈ അഷ്ടാംഗ യോഗത്തെക്കുറിച്ച് ഒന്നിങ്ങനെ സൂചിപ്പിച്ചു ഭഗവാൻ. ആസനജയം വേണം, ഒരു 3 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഇരിക്കാനുള്ള ക്ഷമത ശരീരത്തിന് വേണം. കാല് കൈ ഒക്കെ വേദനിക്കാണ്ട് സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ട് അതിനൊരു എക്സസൈസ് തന്നെ വേണം. അങ്ങനെ ശീലിച്ചാലേ ആസനജയം കിട്ടുള്ളൂ. പിന്നെ പ്രാണായാമാദികളൊക്കെ ചെയ്തിട്ട് പ്രാണനെ അതാത് സ്ഥാനങ്ങളിൽ ഇരുത്താനുള്ള കഴിവൊക്കെ കുറേശ്ശെയായിട്ട് ഗുരുവിൽ നിന്നും പഠിച്ച് അത് ചെയ്യാം. ഉള്ളിലുള്ള ഓങ്കാരത്തെ അങ്ങനെ എപ്പോഴും കാണും. നമ്മൾ ഈ ഓങ്കാരത്തെ എപ്പോഴും കാണും, കേൾക്കണമുണ്ടാവും. കാണാച്ചാൽ അനുഭവിക്കുക, അതാണ്. എന്നിട്ട് ഭഗവാനെ ധ്യാനിക്കുക. ഭഗവാൻ ആദ്യം ഒരു പീഠം കൊടുക്കുക. 8 ഇതളുള്ള താമര, കർണികയിൽ നടുക്ക് സൂര്യൻ, അതിൻ്റെ മീതെ ചന്ദ്രൻ, അതിൻ്റെ മീതെ അഗ്നി, അതിൻ്റെ മീതെ ഭഗവാൻ ആ നാളത്തിൽ. ഇങ്ങനെയൊക്കെ സുന്ദരമായിട്ടൊരു ഭഗവാന്റെ കേശാദിപാദം പാദാദികേശം സകല സ്വരൂപമായിട്ട് സിഞ്ചിച്ച് ധ്യാനിച്ച് അംഗപ്രത്യംഗം ഓരോന്നായിട്ട് ആട, ആഭരണങ്ങൾ, ലക്ഷ്മി, ശ്രീവത്സം, കൗസ്തുഭം തൊട്ട് ഓരോന്നും നല്ലോണം ഉറപ്പിക്കുന്നത് വരെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. പിന്നെ അംഗപ്രത്യംഗമായിട്ട് സെപ്പറേറ്റ് വേറെ അങ്ങനെ അംഗപ്രത്യംഗം. ഇപ്പോൾ നമ്മൾ ഒരു 5 തിരിയുള്ളൊരു വിളക്കാണെന്ന് കൂട്ടുക. ഈ 5 തിരി ഓരോന്നായിട്ട് ധ്യാനിക്കുന്നതും ഒടുക്കം ഈ 5 തിരിയും കൂടിയിട്ട് ഒന്നാവുന്നത് വരെ അതിലേക്ക് മാത്രം ശ്രദ്ധ. അതത്ര എളുപ്പമല്ല. അങ്ങനെ 5 തിരിയും ഒന്നായിട്ട് എപ്പോഴാണോ തോന്നുന്നത് അതുവരെ. ഇപ്പോൾ വിളക്ക് കാണരുത്, 5 തിരി വ്യത്യാസം കാണരുത്, വേറെ സ്ഥലത്താണ് എന്ന് കാണരുത്. ഈ 5നെയും ഒരു തിരിക്ക് കൊണ്ടുവരിക എന്നുള്ളത് അതത്ര എളുപ്പമല്ലല്ലോ. അങ്ങനെ കൊണ്ടുവരാറാവണം. അപ്പോൾ ജീവനും ആത്മാവും എന്ന നിലയ്ക്ക് ഈ ജീവാത്മാവ് പരമാത്മാവിലേക്ക് ചേരുന്നത് വരെ ഞാനുണ്ട്, പരമാത്മാവുണ്ട്. ഈ ദേഹവും വിളക്കും ഈ നാളും അതുമുണ്ട്. ദേഹവും വിളക്കും കൂടിയിട്ട് ഒന്ന്. ഞാൻ എന്നുള്ള ജീവനും പരമാത്മാവ് ലയിക്കേണ്ടതായിട്ടുള്ള സ്ഥാനവും, അങ്ങനെ 2 അപ്പോൾ ഈ 3 കടന്നാൽ ത്രിപുടി കടന്നു. ഇങ്ങനെ ഭക്തി കൊണ്ട് മാത്രം വേണമെങ്കിൽ അങ്ങോട്ട് ചേരാൻ സാധിക്കും എന്നും ഭഗവാൻ അവിടെ പറഞ്ഞു വെച്ചു. അപ്പോഴാണ് പറഞ്ഞത് ഈ അഷ്ടാംഗയോഗാദികളെ കൊണ്ട് സിദ്ധികളെ കിട്ടില്ലേ. അതെങ്ങനെയാണ് കിട്ടുക, എത്ര സിദ്ധികളുണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അഷ്ടാംഗയോഗാദികളെ കിട്ടുന്നത്, സിദ്ധി കിട്ടുന്നത് ഇവിടെ ഉപയോഗിക്കാനല്ല. അത് ഈ ശരീരം വിട്ടുപോയിട്ടുള്ള ജീവന് ഊർധ്വലോകങ്ങളിൽ കുടുങ്ങാതിരിക്കാൻ, അവിടെ നിന്ന് ഓളിയിട്ട് പോകാനുള്ള ഉപായമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് കലികാലത്തിൽ അത് ഇവിടെ വ്യവസായമായിട്ട് ധനസമ്പാദനത്തിനോ അല്ലെങ്കിൽ യശസ്സിനോ ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിലൊരു ഗുരുവിൽ നിന്ന് ഈ വിദ്യകളെ സമ്പാദിക്കുന്നത് ജീവനെ മുക്തി കൊടുത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഈ
രജോ ഗുണവും തമോ ഗുണവും ഇല്ലാതെ കണ്ട് സാത്വിക ഗുണം കൂടിയും വിട്ട് ശുദ്ധസത്വത്തിൽ എത്തിച്ചാൽ മാത്രമേ ഈ അഷ്ടാംഗ യോഗം കൊണ്ട് യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം തൊട്ടുള്ള 23 സിദ്ധികളെ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് വൈരാഗ്യത്തോടു കൂടിയിട്ട് ഇനി എനിക്കൊന്നും വേണ്ട എന്നുള്ള തോന്നലിൽ എത്തേണ്ടത്. അപ്പോഴേ ജ്ഞാനം പൂർണ്ണമാവുള്ളൂ. അങ്ങനെ ജ്ഞാനം പൂർണ്ണമായിട്ടുള്ള ഒരു ഭക്തന് എന്നിലെത്താൻ ഈ സിദ്ധികൾ വളരെ ഉപയോഗം ഉണ്ടാവും. ഭഗവാങ്കൽ മാത്രമുള്ള ഐശ്വര്യങ്ങൾ അണിമ, മഹിമ, ലഘിമ, ഗരിമ, പ്രാപ്തി, പ്രാഗാമ്യം, ഈശിത്വം, വശിത്വം, കാമാവസായിത. അതേപോലെ പിന്നൊരു 10 സിദ്ധികൾ സത്വഗുണം നല്ലോണം വർദ്ധിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അനോർമിമത്വം, ദൂരശ്രവണം, ദൂരദർശനം, മനോജവം, കാമരൂപം, പരകായ പ്രവേശനം, സ്വച്ഛന്ത മൃത്യു, ദേവക്രീഡാദർശനം, സങ്കല്പ സംസിദ്ധി, ആജ്ഞ. ഇങ്ങനെ 10 സിദ്ധികൾ. സാത്വിക ഭാവം ഏറ്റവും കൂടുതൽ മാക്സിമം, രജസ്സും തമസും ഇല്ലാത്തൊരവസ്ഥയിൽ. പിന്നെ സാമാന്യേന ഒരു അപ്രധാനമായിട്ടുള്ളൊരു 4-5 കൂടിയുണ്ട്. അത് ത്രികാലജ്ഞത്വം, അദ്വന്ദ്വം, പരിചിത്തജ്ഞാനം, അഗ്നി, അർക്കാമ്പ്, വിഷസ്തംഭം, അപരാജയം, ഇങ്ങനെയുള്ളതൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കണക്കാക്കുന്നതാണ് അപരാജയം. അതുപോലെ അഗ്നിയെ പേടിയില്ലാണ്ടാവുക, സൂര്യനെ പേടിയില്ലാണ്ടാവുക, വിഷം പേടിയില്ലാണ്ടാവുക, പിന്നെ അന്യൻ്റെ മനസ്സ് വായിക്കാറാവുക, 2 എന്നുള്ള തോന്നലില്ലാത്തൊരവസ്ഥ എത്തുക, 3 കാലത്തിലും എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് അറിയാറാവുക. നമ്മളെ ഏറ്റവും കേമായിട്ട് വിചാരിക്കുന്നത് ഇതാ. അപ്പോൾ അതിൻ്റെയൊക്കെ മീതെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ചെറുതാവലും വലുതാവലൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അത്രയും മീതെയാണ് അതിൻ്റെയൊക്കെ സാധനം. അപ്പോൾ ഇത് നേടാനുള്ള സാമാന്യ മാർഗമാണ് അഷ്ടാംഗ യോഗാദികൾ. അങ്ങനെ ഭഗവാനെ ധ്യാനിച്ച് കഠിനവ്രതം കൊണ്ട് ഇത് നേടി സിദ്ധികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ശരീരം എപ്പോഴാണോ വീണു പോകുന്നത് അപ്പോൾ ആ ജീവനെ ഈ സിദ്ധികളെ ഉപയോഗിച്ചുകൊണ്ട് സ്വർഗത്തിലെത്തിയാൽ ആ സുഖങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓളിയിട്ട് മഹർലോകത്തിൽ, ജനലോകത്തിലേക്ക്, തപോലോകത്തിലേക്ക്, സത്യലോകത്തിലേക്ക്, തുടർന്ന് വൈകുണ്ഠത്തിലേക്ക്, ഇങ്ങനെ ഈ ലോകങ്ങളിലുള്ള സുഖങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ച് പോകാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സിദ്ധി അത് ജന്മസിദ്ധമായിട്ട് കിട്ടും. എങ്ങനെയാണ്? നമ്മൾ കുറേ പഠിച്ച് ഉണ്ടാക്കി പ്രാണായാമാദികൾ എക്സസൈസ് കൊണ്ട് അതിങ്ങനെ ബാക്കി കിടക്കത്രേ. അങ്ങനെ അതിനൊക്കെ ഒരു സ്റ്റേജ് പറയുന്നുണ്ട്. 1, 2, 3, 4, 5, 6, 7 സ്റ്റേജ് കഴിഞ്ഞാലേ മുക്തി കിട്ടൂ. അപ്പം അങ്ങനെ ഇതിനെ നല്ലോണം പരീക്ഷിച്ചറിഞ്ഞ് പരമഭക്തി, 2 എന്നുള്ള തോന്നലില്ലാത്ത ഒരു അവധൂത വേഷം, അങ്ങനെയൊക്കെ വേണം കേട്ടോ. അങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. വിജ്ഞാനത്തോട് കൂടിയിട്ട് മാക്സിമത്തിലുള്ള വൈരാഗ്യത്തോട് കൂടിയിട്ട് ഒന്നുമില്ല, ദേഹമില്ല, ഞാനില്ല, അങ്ങനെയൊക്കെ എത്തണേ. അങ്ങനെ ലെവലേശം ഇതിനെ ഈ സിദ്ധികളെ ഒന്നും ഉപയോഗിക്കാതെ കൊണ്ട് തന്നെ ഈ ത്രിപുടി കടന്ന് ദ്വന്ദ്വം കടന്ന് ഈശ്വരങ്കൽ എത്തുക. അതിനു വേണ്ടിയിട്ടാണ് സിദ്ധികൾ. അപ്പോൾ ഉദ്ധവൻ സംശയമായി. അങ്ങ് ധാരാളം സകളസ്വരൂപം സ്വീകരിച്ചിട്ടുണ്ടല്ലോ, അതിനെയല്ലേ വിഭൂതി എന്ന് പറയുക. അപ്പോൾ അഷ്ടാംഗയോഗാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ധ്യാനയോഗത്തിൽ ഈ സകളസ്വരൂപമല്ലേ ധ്യാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞുതരും എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് പിന്നീട് പറയുന്നത്. നമുക്ക് ഉപാസനാസ്വരൂപങ്ങളായിട്ടുള്ള വിഭൂതികൾ സാമാന്യേന നമ്മളെല്ലാവരും മത്സ്യകൂർമ്മ, വരാഹശ്ച, നരസിംഹശ്ച, വാമന, രാമോ, രാമശ്ച, രാമശ്ച, കൃഷ്ണ, ഖൽക്കിർ, ജനാർദ്ദന നമ്മൾ സ്മരിക്കുന്നവരാ. ഈ സൃഷ്ടിയാദികൾ ചെയ്യുന്നതായിട്ടുള്ള ഭഗവാന്റെ മായാനാഥനായിട്ടുള്ള പ്രപഞ്ചാതീതനായിട്ടുള്ള പ്രപഞ്ചം നിർമ്മിച്ചതായിട്ടുള്ള അതായിട്ട് മാറിയ വേദത്തെ ഉണ്ടാക്കിയ, വേദ അർത്ഥത്തെ പറഞ്ഞ് അത് ജീവിച്ച് കാണിച്ച ശ്രീരാമനെ പോലെ, അങ്ങനെ ഓരോരുത്തരും ശ്രീകൃഷ്ണനെ പോലെ അതിൻ്റെ അപ്പുറം പരിപൂർണതമനായിട്ട് കാണിച്ച്, സാക്ഷിയായിട്ട് എന്നാൽ എല്ലാം ചെയ്ത് കാണിച്ചുള്ള അങ്ങനത്തെ ഒരു ഭാവം. ബ്രാഹ്മണരെ ഭഗവാന്റെ മീതെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരം ഉണ്ടെങ്കിൽ അതിനെ ഈ പരശുരാമ രൂപത്തിൽ വന്ന് നിശേഷം നശിപ്പിച്ചതായിട്ടുള്ള ക്ഷാത്രവീരത്തെ മുഴുവൻ നശിപ്പിച്ച, ക്ഷാത്രവീരച്ച നമ്മുടെ ഈ അഹങ്കാരമാണേ, അതിനെ നശിപ്പിച്ചതായിട്ടുള്ള
അതേപോലെ അർജുനന് ഗീത ഉപദേശിച്ചതായിട്ടുള്ള, ഉദ്ധവന് ഈ 23 തത്വങ്ങളെ പറഞ്ഞു കൊടുത്തതായിട്ടുള്ള, ഭൂഭാരം തീർത്തതായിട്ടുള്ള അർജുനനെ ഈ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയിട്ട് അനന്തപത്മനാഭനെ കാണിച്ച് അവരുടെ അനുഗ്രഹം, ആ ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കൊടുത്ത് ഇങ്ങനെയുള്ള ലീലകൾ ധാരാളം കാണിച്ചതായിട്ടുള്ള ഓരോന്നും സ്മരിക്കുക തന്നെ വേണം. വർണ്ണാശ്രമ ആചാരങ്ങൾ അത് വേണ്ട വിധത്തിൽ ചെയ്യുകയാണെങ്കിൽ ഈ വിഭൂതി എൻ്റെ എന്ന്, അവതാരമെന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ദാഹിക്കുന്നവന് വെള്ളം അവതാര, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ആ രീതിയിൽ അതിനെ കണക്കാക്കുകയാണെന്ന് വെച്ചാൽ ഇതെല്ലാം എൻ്റെ വിഭൂതികൾ തന്നെയാണ്. ഞാൻ ഉണ്ടാക്കിയതിൽ ഏതെങ്കിലും ഒരു ന്യൂനം വന്ന് അത് എൻ്റെ സഹായം കൂടിയാലേ അത് സാത്വികത്തിലേക്ക് എത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നിഗ്രഹാനുഗ്രഹം ചെയ്യണം, ഒരാളെ വധിക്കാൻ വേണ്ട വെച്ചാൽ അതിന് അവതാരം സ്വീകരിക്കാൻ വേണ്ട വെച്ചാൽ അത് ചെയ്യും. അതൊക്കെ വിഭൂതികളായിട്ട് ഈ പണ്ഡിതന്മാർ പറയണു. ഇതൊക്കെ സാത്വികരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഭക്തജനങ്ങൾക്ക് ഈ എൻ്റെ ലീലകൾ സ്മരിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യമായിട്ടുള്ള വൈകുണ്ഠത്തിലേക്ക് എത്താൻ സാധിക്കും, എന്നിലെത്താൻ സാധിക്കും. അതിന് അതാത് കാലത്ത് പ്രകൃതി ഭാവത്തിൽ ഈ ജീവൻ ശരീരം സ്വീകരിച്ചുകൊണ്ട് പ്രാരബ്ധത്തെ അനുഭവിച്ചുകൊണ്ട് കർമ്മവാസന കൂടി തീർത്ത് മുക്തി നേടും. അതിനു വേണ്ടിയിട്ട് ഈ വിഭൂതികളെ, അല്ലെങ്കിൽ എൻ്റെ ഈ അവതാര സ്വരൂപങ്ങളെയൊക്കെ ലീലകളെയൊക്കെ സ്മരിക്കുന്നു. ബ്രഹ്മാവായാലും ഓങ്കാരമായാലും മഹാദേവനായാലും അതൊക്കെ ഞാൻ തന്നെയാണ്. അക്ഷരങ്ങളിൽ അകാരം ബ്രഹ്മാവ്, ഉകാരം ഞാൻ, മകാരം ശിവൻ. അതേപോലെ അതിൻ്റെ ഈ ശൈവ വൈഷ്ണവ ശാക്തയൊക്കെ ആയിട്ട് പറയുമ്പോൾ ലേശലേശമൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം വീക്ഷണകോണിൻ്റെ വ്യത്യാസം അത് വരും. ബ്രഹ്മമായിട്ട് കാണുന്നത് ശൈവാണെച്ചാൽ ശിവപുരാണത്തിലാണെച്ചാൽ ശിവനാണ്, വൈഷ്ണവാണെങ്കിൽ വിഷ്ണുവാണ്, ശാക്തേയമാണെങ്കിൽ ദേവിയാണ്. അപ്പോൾ ആ വ്യത്യാസം വരും. അതുകൊണ്ട് ഈ വ്യത്യാസം അതിൽ വരാം, അത്രയേ ഉള്ളൂ. ഉപാസനാ സമ്പ്രദായങ്ങളിൽ ഗായത്രി വളരെ നിർബന്ധമാണ്, ഓങ്കാരം വളരെ നിർബന്ധമാണ്. ഛന്ദസ് ചൊല്ലിക്കൊണ്ട്, അതായത് ദേവനാരാണ്, ഋഷി ആരാണ്, എത്ര അക്ഷരങ്ങളിലാണ് ഇത് വിന്യാസം ചെയ്തിരിക്കുന്നത്, ഇതുകൊണ്ട് ഈ ദേഹത്തിന് എങ്ങനെയാണ് ഉപകാരമുണ്ടാവുക, സപ്തധാതു രക്ഷ ചെയ്യുക എന്നെല്ലാം അറിഞ്ഞ് ആ മന്ത്രത്തെ ഉപാസിക്കണം. ഇങ്ങനെയെല്ലാം പറഞ്ഞതിൻ്റെ ശേഷം ഈ കാണുന്നതൊക്കെ ഞാൻ തന്നെയാണ്. ബ്രഹ്മാവ് ഞാനാണ്, ഓങ്കാരം ഞാനാണ്, ഗായത്രി ഞാനാണ്, ഈ അകാരം ഞാനാണ്. അകാരോ വിഷ്ണുരുദ്ദിഷ്ട, ഉകാരസ്തു മഹേശ്വര, മകാരോ ബ്രഹ്മ ഇതി. അപ്പം ഇങ്ങനെ ഞാൻ തന്നെയാണ് ഇതല്ല. അതേപോലെ അഷ്ടവസുക്കളിൽ അഗ്നിയാണ് ഞാൻ. അതേപോലെ 12 ആദിത്യന്മാരിൽ വാമനൻ ത്രിവിക്രമനാണ് ഞാൻ. 11 രുദ്രന്മാരിൽ നീലലോഹിതനായിട്ടുള്ള ശിവനാണ് ഞാൻ. ബ്രഹ്മർഷികളിൽ ഭൃഗു, രാജർഷികളിൽ സ്വയംഭൂമനു, ദേവർഷികളിൽ നാരദൻ, പശുക്കളിൽ കാമധേനു. ഇങ്ങനെ ഓരോന്നും വിഭൂതികളായിട്ട് പറയുകയാണ്. സിദ്ധന്മാരിൽ കപിലൻ, പ്രജാപതികളിൽ ദക്ഷൻ, അസുരന്മാരിൽ പ്രഹ്ലാദൻ, യക്ഷന്മാരിൽ കുബേരൻ, ജലത്തിൽ വരുണൻ, മനുഷ്യരുടെ ഇടയിൽ രാജാവ്, ധാതുക്കളിൽ സ്വർണം, സർപ്പങ്ങളിൽ വാസുകി, മൃഗങ്ങളിൽ സിംഹം, ആശ്രമങ്ങളിൽ സന്യാസം, ഒഴുകുന്ന തീർത്ഥത്തിൽ ഗംഗ, ആയുധങ്ങളിൽ വില്ല്, വാസസ്ഥലം മഹാമേരു, അതേപോലെ മനുഷ്യഹൃദയം, പിന്നെ വൃക്ഷങ്ങളിൽ അരയാൽ, പുരോഹിതന്മാരിൽ വസിഷ്ഠൻ, സേനാനായകരിൽ സുബ്രഹ്മണ്യൻ, പക്ഷികളിൽ ഗരുഡൻ, പിതൃക്കളിൽ അര്യമാവ്, നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ, ഐരാവതം ആണ് ആനകളിൽ, പ്രകാശിക്കുന്ന ഗോളങ്ങളിൽ സൂര്യനാണ്, നക്ഷത്രങ്ങളും അതേ. പിന്നെ കുതിരകളിൽ ഉച്ചൈശ്രവസ്, ശിക്ഷിക്കുന്നവരിൽ യമൻ ധർമ്മരാജാവ്, നാഗങ്ങളിൽ അനന്ത്. അതേപോലെ ഈ വികല്പം ഞാനാണ്, സങ്കല്പം ഞാനല്ല. വർണ്ണങ്ങളിൽ ബ്രാഹ്മണൻ, കാരണം ഞാനാണ്, കാര്യം ഞാനല്ല.
സരസിൽ സമുദ്രമാണ് ഞാൻ. വില്ലാളികളിൽ ത്രിപുരാന്തകനായിട്ടുള്ള ശിവൻ. പ്രവേശിക്കാൻ പ്രയാസമുള്ളതായിട്ടുള്ള സ്ഥലങ്ങളിൽ ഹിമാലയമാണ് ഞാൻ. ധാന്യങ്ങളിൽ യവമാണ്. വേദം അറിയുന്നവരിൽ ബൃഹസ്പതിയാണ്. സദാചാരം അത് നന്നായിട്ട് ചെയ്യുന്നവരിൽ ബ്രഹ്മാവാണ് ഞാൻ. അപ്പോൾ എൻ്റെ വിഭൂതികൾ ഇന്നതെന്ന് പറയണേക്കാൾ നല്ലത് ഓരോ ഗണത്തിലും നായകന്മാരൊക്കെ ഞാനാണ്. അതേപോലെ അത്യാവശ്യം വെരി മസ്റ്റ് അങ്ങനെയാണല്ലോ, അവശ്യം അത് ഒക്കെ ഞാൻ തന്നെയാണ്. ഗണങ്ങളിൽ പ്രധാനി ഞാൻ തന്നെയാണ്. എൻ്റെ അവതാരങ്ങളെന്ന് പറഞ്ഞാൽ സരസസ്യു സഹസ്രശ, അത്രയേ ഉള്ളൂ. ഭൂമിയുടെ പൊടി അല്ലെങ്കിൽ ധൂളി, മണൽത്തരി ഒക്കെ എണ്ണി തീർക്കാൻ ഒരു പക്ഷേ പറ്റുണ്ടാവും. പക്ഷേ എൻ്റെ അവതാരങ്ങളെ അത്ര തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. യജ്ഞങ്ങളിൽ വേദപാരായണമാകുന്ന ബ്രഹ്മയജ്ഞം അത് ഞാനാണ്, ഋഷികടം തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നമ്മൾ സപ്താഹമൊക്കെ വായിക്കണില്ലേ, അതൊക്കെ അതിൽ പെടും. വ്രതങ്ങളിൽ അഹിംസ, ശുദ്ധമാക്കുന്നതിൽ വായു, അഗ്നി, സൂര്യൻ, ജലം, വാക്ക്, യോഗങ്ങളിൽ സമാധി, യുദ്ധകാര്യ ആലോചന അത് ഞാനാ. കൗശലങ്ങളിൽ ആത്മവിദ്യ, പുരുഷന്മാരിൽ സ്വയംഭൂമനു, സ്ത്രീകളിൽ ശതരൂപ. മുക്തന്മാരിൽ നാരായണനാണ് ഞാൻ. ബ്രഹ്മചാരികളിൽ സനൽകുമാരന്മാരാണ്. രക്ഷിക്കേണ്ടവയിൽ മൗനം, പ്രിയപ്പെടുന്നതായിട്ടുള്ള വാക്കുകൾ അത് ഞാനാണ്. കാലം, സംവത്സരം, വസന്തം, മാർഗശീർഷം, ധനുമാസം, അഭിജിത്ത് മുഹൂർത്തം, ഉത്രാടത്തിൻ്റെ അവസാനത്തെ നാഴികയും തിരുവോണത്തിൻ്റെ 4 നാഴികയും ചേർന്നതാണ് ഈ അഭിജിത്ത് മുഹൂർത്തം. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, തിരുവോണത്തിൻ്റെ ആദ്യത്തെ 4 നാഴിക, അതാണ് അഭിജിത്ത് മുഹൂർത്തം. അതേപോലെ യുഗങ്ങളിൽ കൃതയുഗം, ധീരന്മാരിൽ ദേവലൻ, അതേപോലെ അസിതൻ, വ്യാസൻ, ശുക്രമഹർഷിയുടെ പ്രത്യേകത ഭാവി ആദ്യം കാണുന്നത് ശുക്രമഹർഷിയാണ്. പിന്നെ വാസുദേവൻ, ഉദ്ധവൻ, ഹനുമാൻ, സുദർശനൻ, കൗസ്തുഭം, പത്മരാഗം എന്നുള്ള രത്നം ഞാനാണ്. പിന്നെ താമര ഞാനാണ്. ദർഭ, നെയ്യ്, അതേപോലെ സമ്പത്തെന്ന് വെച്ചാൽ ധനം ഇങ്ങനെ വേണ്ട രീതിയിൽ വേണ്ടത്ര ഉപയോഗിക്കാൻ സാധിക്കുന്ന സമ്പത്ത്, അതാണ് ഞാൻ. എന്തിന്? ചൂത് ഞാനാണ്. ക്ഷമ ഞാനാണ്. സത്വഗുണം ഞാനാണ്. മനോബലം, ഇന്ദ്രിയബലം, നിഷ്കാമ കർമ്മം. വാസുദേവൻ, സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ, ചതുർമൂർത്തി അത് ഞാനാണ്. നാരായണൻ, ഹയഗ്രീവൻ, വരാഹൻ, നരസിംഹം, വാമനൻ, ഇങ്ങനെ മൂർത്തികൾ 9 അത് ഞാനാണ്. പിന്നെ വിശ്വാവസു, ഗന്ധർവൻ, പൂർവജിത്തി, അപ്സരസ്, അതേപോലെ പർവ്വതത്തിൻ്റെ സ്ഥിരത, ഭൂമിയിലെ ഗന്ധം, ജലത്തിലെ രസം, ഇങ്ങനെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളൊക്കെ ഞാൻ തന്നെയാണ്. അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇവയിലെ തേജസ്, അതേപോലെ ബ്രാഹ്മണ ഭക്തി, പിന്നെ മഹാബലി, അർജുനൻ, അതേപോലെ 24 തത്വങ്ങൾ ഞാനാണ്. അതിലെ പ്രവൃത്തി ഞാനാണ്. ഐശ്വര്യം, കീർത്തി, ജ്ഞാനം, വിദ്യ, ഇങ്ങനെ കൂടുതലായിട്ട് എന്തെങ്കിലും ആരിൽ കാണുന്നുണ്ടോ ആ ഗണനായകന്മാരൊക്കെ എൻ്റെ വിഭൂതികളാണ്. എന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നും കാണരുത് കേട്ടോ ഉദ്ധവ. മനസ്സിന് ഭ്രമമുണ്ടാവരുത്. ഞാൻ വാക്കുകളെ കൊണ്ട് അല്ലെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടാൻ പറ്റാത്ത ഒരു ബ്രഹ്മാവസ്ഥയിലാണ്. അതുകൊണ്ടാണ് എന്നെ പരിപൂർണതമൻ എന്ന് പറയുന്നത്. അപ്പോൾ വിഭൂതി യോഗം എന്നുള്ളത് ബ്രഹ്മത്തിൻ്റേതായിട്ടുള്ള സകളസ്വരൂപം സ്വീകരിച്ച ഭാവത്തിലാണ്. അതിൽ ശ്രീകൃഷ്ണനാണ് പരിപൂർണതമൻ, ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ താഴെയാണ് വരിക. അപ്പോൾ ആ രീതിയിൽ ജ്ഞാനം കൊണ്ട് കൃഷ്ണനിലൂടെ എന്നിലെത്താൻ വളരെ എളുപ്പമാണ് എന്ന് ഈ ബുദ്ധിയെ ഭ്രമിപ്പിക്കാതിരിക്കാൻ, ശാശ്വതമായിട്ടുള്ള ആനന്ദത്തെ കിട്ടാൻ, സംസാരം തീർത്തും ഒഴിവാക്കാൻ എൻ്റെ വിഭൂതികളെ സ്മരിച്ചാൽ മതി എന്നെല്ലാം ഭഗവാൻ അവിടെ പറഞ്ഞു വെച്ചു. ഇങ്ങനെ ഭഗവാന്റെ ഉപദേശം ആ ഉദ്ധവൻ വേണ്ട രീതിയിൽ സ്വീകരിക്കുകയാണ് ചെയ്തത് എന്ന് സാരം. 14-ാമത്തെ അധ്യായം മുതൽ ഇപ്പോൾ നമ്മൾ 14, 15, 16 3 അധ്യായങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഏകാദശത്തിൽ.
ഇനി ബാക്കിയുള്ളത് പിന്നീട് പറയാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.